ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ക്രെഡിറ്റ് കാർഡ് നമുക്ക് പ്രധാനമായും രണ്ട് രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഒന്നാമതായിട്ട് ഈ ഒരു കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പർച്ചേസ് എല്ലാം ചെയ്ത ശേഷം ബില്ല് റീപേ ചെയ്യാതെ ഇൻട്രസ്റ്റ് ഒക്കെ പേ ചെയ്തുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് റീപേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് ഇൻട്രസ്റ്റ് ഒന്നും കൊടുക്കാതെ തന്നെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നത് കൊണ്ട് ഇൻട്രസ്റ്റ് പേ ചെയ്യണോ വേണ്ടെന്നൊക്കെ പലർക്കും സംശയം ഉണ്ടാവും. നമുക്ക് ഇൻട്രസ്റ്റ് പേ ചെയ്യണോ വേണ്ടേ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. നമ്മളത് കറക്റ്റായിട്ട് റീപേ ചെയ്യുകയാണെങ്കിൽ യാതൊരു തരത്തിലും നിങ്ങൾ ഇൻട്രസ്റ്റും ഫീയും ഒന്നും കൊടുക്കേണ്ടതായിട്ട് വരുന്നതല്ല. മാത്രമല്ല ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ യാതൊരു തരത്തിലുള്ള ചാർജും ബേർഡനും നിങ്ങൾക്ക് വരുന്നതല്ല. ക്രെഡിറ്റ് കാർഡ്സിന് എപ്പോഴും ഇൻട്രസ്റ്റ് പേ ചെയ്യാറുള്ളത് കറക്റ്റായിട്ട് റീപേ ചെയ്യാത്ത ആളുകളാണ്. അതായത് നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ എമൗണ്ട് സ്പെൻഡ് ചെയ്ത ശേഷം അത് റീപേ ചെയ്യാൻ ബുദ്ധിമുട്ടാകുകയാണെങ്കിൽ അത് കറക്റ്റ് റീപേ ചെയ്തിട്ടില്ലെങ്കിൽ ക്രെഡിറ്റ് സ്കോർ പോകും, അതുപോലെ തന്നെ റീപേയ്മെൻ്റ് എല്ലാം ബുദ്ധിമുട്ടാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് മറ്റൊരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് പേ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. കാരണം പലർക്കും മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ കാണാൻ പറ്റും ഏകദേശം ഒരു 8 to 10 ക്രെഡിറ്റ് കാർഡ്സ് ഇപ്പോൾ എൻ്റെ പക്കലുണ്ട്. ഈ ഒരു കാർഡ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബിൽ റീപേ ചെയ്യാൻ പറ്റുമെന്ന് പലർക്കും സംശയം ഉണ്ടാവാറുണ്ട്. കാരണം ഒന്നിലധികം ക്രെഡിറ്റ് കാർഡ്സ് എടുക്കാൻ നമുക്ക് അതിന് യാതൊരു റെസ്ട്രിക്ഷനും കാര്യങ്ങളൊന്നുമില്ല. പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എലിജിബിലിറ്റി നോക്കാനുള്ള ഒരു ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ അനുസരിച്ച് ഏതെങ്കിലും ഒരു കാർഡിന് നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടോ എന്ന് ആ ഒരു ക്രെഡിറ്റ് കാർഡിന് കൊടുത്തിട്ടുള്ള ആ ഒരു സെക്ഷനിലേക്ക് ചെന്നുകൊണ്ട് ലിങ്കിൽ ടാപ്പ് ചെയ്ത് അപേക്ഷ കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ അനുസരിച്ച് ഏതെങ്കിലും കാർഡിന് അപ്രൂവൽ സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിന് താഴെ തന്നെ അപ്ലൈ ആവുന്ന ബട്ടൺ കാണാം. അതിലൂടെ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാവുന്നതാണ്. സൗജന്യമായിട്ടാണ് ഈ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. യാതൊരു ഫീസോ ചാർജോ ഒന്നും കൊടുക്കേണ്ടതില്ല. അപ്പോൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു കാർഡിൻ്റെ ബില്ല് മറ്റൊരു കാർഡ് കൊണ്ട് പേ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല എന്നാണ് അർത്ഥം. കാരണം നമ്മൾ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് റീപേ ചെയ്യാനായിട്ട് ഒരുപാട് ആപ്പുകളിൽ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. ക്രെഡ്, പിന്നെ ഗൂഗിൾ പേ, ഫോൺ പേ, ആമസോൺ, പേടിഎം, ഈ പറഞ്ഞ ആപ്പുകളിലൂടെയൊക്കെ നമുക്ക് ബില്ല് റീപേ ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമുക്ക് ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ ചെന്നുകൊണ്ടും പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഇത്തരത്തിൽ ഓൺലൈനായിട്ട് പേ ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡ്സ് കൊണ്ട് മറ്റൊരു ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് റീപേ ചെയ്യാൻ പറ്റുമോ എന്ന് പലർക്കും സംശയം ഉണ്ടാവാറുള്ളത്. നിങ്ങൾ ക്രെഡ് ആപ്പിലോ അല്ലെങ്കിൽ ആമസോണിലോ അല്ലെങ്കിൽ പേടിഎമ്മിലോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് റീപേ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഓപ്ഷൻസ് ഉണ്ടാവാറുള്ളത് ഒന്നുകിൽ UPI അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്. ഈ ഒരു മെത്തേഡിലൂടെ മാത്രമേ നമുക്ക് ക്രെഡിറ്റ് കാർഡ്സിൻ്റെ ബില്ല് ഓൺലൈനായിട്ട് പേ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. ദാറ്റ് മീൻസ് ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് മറ്റൊരു കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും പേ ചെയ്യാനായിട്ട് പറ്റുകയില്ല. മാത്രമല്ല ഈ ഒരു കാര്യം ബാങ്ക്സും ഒരിക്കലും എൻകറേജ് ചെയ്യുന്ന ഒന്നല്ല. കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, ക്രെഡിറ്റ് കാർഡ്സ് ഇഷ്ടംപോലെ എടുക്കുകയും ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റും അല്ലേ. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ചാർജ് ഓഫ് ഫീസോ ഒന്നും ഇല്ലാതെ തന്നെ അത് ആളുകൾ വളരെ എന്താ പറയുക ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട്. മാത്രമല്ല ഇതൊരിക്കലും അലൗഡ് അല്ല. പിന്നെ ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് വരാം. അതിന് ഒരുപാട് മെത്തേഡ്സും വഴികളൊക്കെ ഉണ്ട്. അതിൽ ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ പല ക്രെഡിറ്റ് കാർഡ്സ് പ്രൊവൈഡേഴ്സും നൽകാറുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾക്ക് SBIയുടെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാലൻസ് ആ ഒരു കാർഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ പക്കൽ ഇപ്പോൾ ഒരു 1 കാർഡിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. ഈ ഒരു കാർഡിൻ്റെ ബില്ല് റീപേ ചെയ്യാനായിട്ട് പോസിബിൾ അല്ല എങ്കിൽ നമുക്ക് ഈ ഒരു കാർഡിലുള്ള ബാലൻസ് നമുക്ക് വേണമെങ്കിൽ SBI കാർഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു 1 കാർഡിൻ്റെ ബില്ല് നമ്മൾ കറക്റ്റ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ. ഈ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് കറക്റ്റ് ടൈമിൽ റീപേ ചെയ്തിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ നല്ല ഇൻട്രസ്റ്റ് വരും. ആ ഒരു ഇൻട്രസ്റ്റിൽ നിന്നും കുറച്ച് കമ്പാരിറ്റീവ്ലി ലെസ് ആയിരിക്കും നമ്മളത് മറ്റൊരു ക്രെഡിറ്റ് കാർഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അത്തരത്തിൽ നിങ്ങളൊരു 1 lakh rupees ഒക്കെ മറ്റൊരു കാർഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു ഏകദേശം ഒരു എന്താ പറയുക 10% ആണ് ഇൻട്രസ്റ്റ് എങ്കിൽ ആ ഒരു കാർഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ 7%, 8% ഒക്കെ ആയിരിക്കും. അത് അപ്രോക്സിമേറ്റ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, അതൊരിക്കലും ആക്യുറേറ്റ് അല്ല. അപ്പോൾ അത്തരത്തിൽ ഒരു കുറച്ച് പെർസെൻറ്റേജിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഉണ്ടാകും. പക്ഷേ അത്തരത്തിൽ നിങ്ങൾ ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അതൊരു EMI മോഡിലോട്ടാണ് കൺവേർട്ട് ആകുക. അതൊരു തവണ വ്യവസ്ഥയിൽ നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നീട് നിങ്ങളത് ഒറ്റ തവണ റീപേ ചെയ്ത് കഴിഞ്ഞാലും പലതരത്തിലുള്ള ചാർജും ഫീസൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്ഷനാണ് നമുക്ക് ആദ്യം ഉള്ളത്. നമുക്ക് ബാലൻസ് മറ്റൊരു ക്രെഡിറ്റ് കാർഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഒരിക്കലും മറ്റൊരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്രെഡിറ്റ് കാർഡ്സിൻ്റെ ബില്ല് റീപേ ചെയ്യാനായിട്ട് പറ്റുകയില്ല. അപ്പോൾ ഈ ഒരു ബാലൻസ് ട്രാൻസ്ഫർ ആണ് ഒന്നാമത്തെ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ക്യാഷ് ക്രെഡിറ്റ് കാർഡ്സിൽ നിന്നും വിഡ്രോ ചെയ്തുകൊണ്ട് നമുക്ക് ക്രെഡിറ്റ് കാർഡ്സിൻ്റെ ബില്ല് റീപേ ചെയ്യാനായിട്ട് പറ്റും. പല ആളുകളും ക്രെഡിറ്റ് കാർഡ്സിൽ നിന്നും ക്യാഷ് വിഡ്രോ ചെയ്യാറുണ്ട്. പലരും ഇത് ഓഫ്ലൈനായിട്ട് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഏതെങ്കിലും പമ്പിലൊക്കെ പോയി കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പിലൊക്കെ ചെന്നുകൊണ്ട് നമുക്ക് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ അവരെല്ലോ ചെയ്യുകയാണെങ്കിൽ പലരും അങ്ങനെ ചെയ്യാറുണ്ട്. അത് അത്തരത്തിൽ എല്ലായിടത്തും പോസിബിൾ ആണോ എന്നറിയില്ല. പക്ഷേ നിങ്ങൾക്ക് അത്രത്തോളം ഒരു റിലേഷനൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഒരു ഫ്യൂൽ പമ്പിൽ സ്റ്റേഷനിൽ നിന്നെല്ലാം നിങ്ങൾക്ക് അത്തരത്തിൽ ചിലപ്പം അതിൻ്റെ പോസിബിലിറ്റി ഉണ്ടാകും. പക്ഷേ പലരും അതിനും ചാർജ് ഈടാക്കാറൊക്കെ ഉണ്ട്. ഇതിനിടയ്ക്ക് ചെറിയൊരു അപ്ഡേറ്റ്, നമുക്ക് നോയ്സിൻ്റെ ഒരുപാട് പ്രോഡക്റ്റ് ഇത്തരത്തിൽ റിവ്യൂ ചെയ്യാനായിട്ട് കിട്ടാറുണ്ട്. നോയ്സിൻ്റെ കുറച്ച് ബഡ്സ് ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എല്ലാം നമ്മൾ നല്ല ഡിസ്കൗണ്ടിൽ കൊടുക്കാറുണ്ട്. നോയ്സിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബഡ്സ് നീറോ ഉണ്ട്, അതുപോലെ തന്നെ കണക്ട് 2 ഉണ്ട്. അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റ്സ് നമുക്ക് ഇത്തരത്തിൽ റിവ്യൂ ചെയ്യാനായിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഇത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം നോയ്സിൻ്റെ മറ്റേ എയർ ക്ലിപ്സ് എന്ന് പറഞ്ഞ മറ്റൊരു പ്രോഡക്റ്റാണ്. ഇതെല്ലാം ഓപ്പൺ ചെയ്തിട്ടില്ല. പക്ഷേ ഇതെല്ലാം നമ്മൾ റിവ്യൂ ചെയ്യാനായിട്ട് ഓപ്പൺ ചെയ്ത ശേഷം ഇത് നമ്മുടെ പക്കൽ ബാലൻസ് ആവാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എല്ലാം നമ്മൾ
നമ്മുടെ ഇൻസ്റ്റഗ്രാം ചാനലിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബയോ സെക്ഷനിൽ ഓഫർ കാർഡ് എന്ന ചാനൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതിനകത്തൂടെ നമ്മളിത് നല്ല ഡിസ്കൗണ്ട് കൊടുക്കാറുണ്ട്. ഏകദേശം ഒരു 60-70% എല്ലാം ഡിസ്കൗണ്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പ്രോഡക്റ്റ് എല്ലാം ഓൾറെഡി പർച്ചേസ് ചെയ്തതാണ്, നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇതെല്ലാം സ്മാർട്ട് വാച്ചസ് ആണ്. അപ്പോൾ ഇതിന് ഈ ഒരു മിഡിലായിട്ട് ഞാൻ അഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇപ്പോൾ ഇന്ന് ഡിസ്പാച്ച് ചെയ്യാനുള്ള പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എല്ലാം നല്ല ഡിസ്കൗണ്ടിലാണ്. ഇതൊരു ഏകദേശം 5000 രൂപയുടെ വാച്ചെല്ലാം നമ്മൾ കൊടുക്കുന്നത് ഏകദേശം 1500 രൂപയ്ക്കാണ്. മാത്രമല്ല 3000 രൂപയുടെ വാച്ചെല്ലാം 1000 റുപ്പീസിന് താഴേക്ക് ആയിട്ടാണ് കൊടുക്കാറുള്ളത്. ഇതെല്ലാം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള കിഡിലൻ സ്മാർട്ട് വാച്ചസ് ആണ്. അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന പ്രൊഡക്ട്സ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് മികച്ച ഓഫറിൽ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഓഫർ കാർഡ് ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. അല്ലെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താലും അതിൻ്റെ അപ്ഡേറ്റ് കിട്ടുന്നതാണ്. താല്പര്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാൻ മറക്കരുത്. ഇത്തരത്തിൽ നമ്മൾ ക്രെഡിറ്റ് കാർഡിൽ നിന്നും ക്യാഷ് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അതിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ചാർജ് വളരെ ഹൈ ആണ്. ഈ ഒരു ക്രെഡിറ്റ് കാർഡിൽ നിന്ന് നിങ്ങളൊരു 500 രൂപ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മിനിമം ചാർജ് തന്നെ വരുന്നത് 500 രൂപയാണ്. 500 രൂപ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ 500 രൂപ ചാർജായിട്ട് നമ്മൾ കൊടുക്കണം. അതല്ലെങ്കിൽ നിങ്ങളൊരു 50,000 ഒക്കെ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ 1-2% നിങ്ങൾ ചാർജായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അതായത് ATM നിന്നും ക്യാഷ് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ഐ തിങ്ക് IDFC ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ്സിന് ഇത്തരത്തിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ്സ് നിന്നും ക്യാഷ് എടുക്കുന്നതിന് പ്രത്യേകിച്ച് ചാർജ് ഫീസ് ഒന്നും ഇല്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ താഴെ തന്ന ലിങ്ക് വഴി നിങ്ങൾക്ക് IDFC കാർഡിൻ്റെ എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഫ്രീക്വൻ്റ് ആയിട്ട് ക്രെഡിറ്റ് കാർഡ്സിൽ നിന്നും ക്യാഷ് വിഡ്രോ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു മെത്തേഡിൽ IDFCൻ്റെ കാർഡിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് നമുക്ക് രണ്ടാമത്തെ രീതിയിൽ പേ ചെയ്യാനായിട്ട് പറ്റുക. ക്രെഡിറ്റ് കാർഡിൽ നിന്നും ക്യാഷ് വിഡ്രോ ചെയ്തുകൊണ്ട്, അതായത് ATM വഴി വിഡ്രോ ചെയ്യാം, പക്ഷേ അത് ചാർജബിൾ ആണ്. പിന്നെ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് പല ആപ്സിലൂടെയും നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. ഈ വാലറ്റ്സിലേക്കൊക്കെ ക്യാഷ് വിഡ്രോ ചെയ്യാം. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഫോൺ പേയിലൂടെയും അതുപോലെ തന്നെ പല ആപ്സിലൂടെയും നമുക്ക് ക്രെഡിറ്റ് കാർഡ്സിൽ നിന്നും ക്യാഷ് ഡയറക്റ്റായിട്ട് ബാങ്ക് അക്കൗണ്ടിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും, അതായത് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. അത്തരത്തിൽ നിങ്ങൾ ചാർജ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു 2% ഒക്കെ ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. ഇനി ഇത്തരത്തിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡിൽ നിന്നും ഡയറക്റ്റായിട്ട് ബാങ്ക് അക്കൗണ്ടിലോട്ട് എഡ്യൂക്കേഷൻ ഫീസിൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു റെൻറ്റിൻ്റെ എല്ലാ രൂപത്തിൽ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ആപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. housing.com എന്നാണ് ആപ്പിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻവൈറ്റ് ലിങ്ക് ഞാൻ താഴെ തന്നിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ആദ്യം പേ ചെയ്യുന്ന സമയത്ത് ഒരു പ്രോസസ്സിംഗ് ഫീയിൽ നിങ്ങൾക്കൊരു 50% എക്സ്ട്രാ ഓഫ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. താല്പര്യമുണ്ടെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതിലൂടെ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡിൽ നിന്നും ഡയറക്റ്റായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് പല മെത്തേഡ്സ് അവൈലബിൾ ആണ്. പിന്നെ ഫോൺ പേ ആപ്പിലൂടെയും അതുപോലെ Paytm-ലൂടെയും പിന്നെ ഈ ഒരു housing.com ആപ്പിലൂടെയൊക്കെ നിങ്ങൾക്ക് റെൻറ്റ് പേ ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ ക്യാഷ് ഡയറക്റ്റായിട്ട് അക്കൗണ്ടിലേക്ക് എടുക്കാനായിട്ട് പറ്റും. പക്ഷേ ഇത്തരത്തിൽ റെൻ്റായിട്ടൊക്കെ പേ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും അതിൽ നമ്മുടെ പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ചോദിക്കും. അത്തരത്തിൽ നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് ബാങ്ക് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പാൻ നമ്പർ ആരുടേതാണോ നിങ്ങൾ കൊടുക്കുന്നത് അവരുടെ ആ ഒരു ഇൻകം സോഴ്സിൽ ആ ഒരു നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് വരും. കാരണം അതൊരു റെൻറ്റിൻ്റെ രൂപത്തിലാണ് പേ ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ITR ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇത് റെൻ്റായിട്ട് അല്ലെങ്കിൽ ഒരു റെൻ്റൽ ഇൻകം ആയിട്ട് നിങ്ങളുടെ ITRൽ വരുന്നതാണ്. വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യുമ്പോഴാണ് ആ ഒരു ഇഷ്യൂ ഉള്ളത്. അത് എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ അതത്ര ഇഷ്യൂ അല്ല. അപ്പോൾ ആ ഒരു കാര്യം കൂടെ പ്രത്യേകം നിങ്ങൾ ഓർക്കുക. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് രണ്ടാമത്തെ മെത്തേഡിൽ ഇത്തരത്തിൽ ക്രെഡിറ്റ് കാർഡിൽ നിന്നും ക്യാഷ് വാലറ്റിലോട്ട് ടോപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ കൂടുതൽ എന്തെങ്കിലും മെത്തേഡ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഡെഫിനറ്റ്ലി താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കാർഡ് ടു കാർഡ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. അതെല്ലാ ബാങ്ക്സും അലോ ചെയ്യുന്ന ഒന്നല്ല, ചുരുക്കം ചില ബാങ്കുകളാണ് അലോ ചെയ്യാറുള്ളത്. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡിൽ നിന്നും ഡയറക്റ്റായിട്ട് ക്യാഷ് ATM വഴി വിഡ്രോ ചെയ്യാം, ചാർജബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വാലറ്റ്സിലോട്ട് ക്യാഷ് നിറച്ചുകൊണ്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അല്ലാതെ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് ഒരിക്കലും മറ്റൊരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് റീപേ ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. ക്രെഡിറ്റ് കാർഡ്സ് ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങളത് യൂസ് ചെയ്ത ശേഷം കറക്റ്റായിട്ട് ഡ്യൂ ഡേറ്റിന് മുന്നേ തന്നെ റീപേ ചെയ്യുക. അതിലെന്തെങ്കിലും ഫെയിൽ വന്നു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് എക്സ്ട്രാ ചാർജും ഫീസൊക്കെ വരുന്നത്. മാത്രമല്ല ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള ഒരുപാട് കാർഡ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കാർഡ് ഉപയോഗിക്കുന്ന സമയത്ത് മാത്രം അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന എമൗണ്ട് മാത്രം റീപേ ചെയ്താൽ മതി. എക്സ്ട്രാ ഫീസോ ചാർജോ ഒന്നും കൊടുക്കേണ്ടതില്ല. ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള കാർഡ്സിൻ്റെ ഡീറ്റെയിൽ ഞാൻ താഴെ തന്ന ലിങ്ക് വഴി നിങ്ങൾക്ക് ചെന്നുകൊണ്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ബിൽ പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുന്നതിനായി വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓൺലൈനിൽ കിട്ടുന്ന ഏറ്റവും മികച്ച ഡീൽസും ഓഫേഴ്സും എല്ലാം നമ്മുടെ ഓഫർ കാർഡ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെയും ടെലഗ്രാം ചാനലിലൂടെയും ഇൻസ്റ്റഗ്രാം ബ്രോഡ്കാസ്റ്റ് ചാനലിലൂടെയും ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. എല്ലാത്തിനെയും ലിങ്ക് താഴെയുണ്ട്, ചെക്ക് ചെയ്യുക. താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. നല്ലൊരു അപ്ഡേറ്റുമായി നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.